ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ റാണിമോൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ആൻസി റൂമിലോട്ട് വരികയാണ്. ആ സമയത്ത് റാണിമോൾ മുടിയെല്ലാം മുമ്പോട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ആൻസി ചോദിക്കുന്നുണ്ട്, എന്താ റാണിമോളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. എനിക്ക് ഇപ്പോൾ ടോണിച്ചായനെ കാണണമെന്ന് പറയും. ടോണിയെ കാണാനോ? അതെ, എനിക്ക് ടോണിച്ചായനെ കാണണമെന്ന് പറയും. അതിന് ടോണി വന്നിട്ട് പോയല്ലോ. അതെന്നാ? അത് മുൻപ് ഒരു ദിവസം ടോണി ഇവിടെ വന്നില്ലായിരുന്നു, അന്ന് തന്നെ തിരിച്ചു പോയി. അന്ന് റാണിമോളല്ലേ ടോണിയുടെ കൂടെ പോകാനായിട്ട് ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്തത്. അപ്പോഴത്തേക്ക് ടോണി അങ്ങ് പോയില്ലായിരുന്നു ചോദിക്കും. വെറുതെ പറയുമോ, എനിക്ക് ടോണിച്ചായനെ ഇപ്പം കാണണമെന്ന് പറയും. ഇപ്പം എങ്ങനെയാണ് ടോണിച്ചായനെ കാണുന്നതെന്ന് ചോദിക്കും. ഇപ്പം എന്തായാലും ടോണിയെ കാണാൻ പറ്റത്തില്ല. റാണിമോൾക്ക് വിശക്കുന്നെങ്കിൽ വാ, ഞാൻ ഫുഡ് എടുത്ത് തരാമെന്ന് പറയും. വേണ്ട, എനിക്കിപ്പോൾ അപ്പച്ചനെ കാണണമെന്ന് പറയും. അപ്പച്ചൻ ഇവിടെ ഇല്ല. അപ്പച്ചൻ അവിടെ പോയി. അപ്പച്ചൻ കുളത്തൂപ്പുഴയ്ക്ക് പോയതാ. 2 ദിവസമല്ലേ അപ്പച്ചൻ കുളത്തൂപ്പുഴ പോയിട്ട് വന്നിട്ട്. അത് ശരിയായിരുന്നു, ലാലിച്ചിനെ കാണാനായിട്ട് പോയതാ. അവിടെ ലാലിച്ചാൻ ഒരു കുഞ്ഞിനെ ഓർഫണേജിൽ നിന്ന് എടുത്തുകൊണ്ട്, ഒരു കുട്ടിയെ ഓർഫണേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓർഫണേജിന്നോ? എൻ്റെ മോളാണോ? അതെങ്ങനെ റാണിമോളെ അത് നിൻ്റെ കുഞ്ഞാവുന്നത്? ഈ ലാലിച്ചാൻ കൂട്ടിക്കൊണ്ട് വന്ന കുട്ടിക്ക് ഒരു 10-24 വയസ്സുണ്ട്. അതെങ്ങനെ നിൻ്റെ മോളാവുമെന്ന് ചോദിക്കും. ഓർഫനേജിലല്ലേ എൻ്റെ മോളുള്ളത്? ഓർഫനേജിലൊന്നും റാണിമോളുടെ മോളില്ല. വെറുതെ പറയുക. ടോണിച്ചാൻ പറഞ്ഞല്ലോ ഓർഫനേജിൽ എൻ്റെ മോളുണ്ട്, എൻ്റെ മോളെ കാണിച്ചു തരാമെന്നൊക്കെ. എനിക്കിപ്പോൾ ടോണിച്ചായനെ കാണുമെന്ന് പറഞ്ഞ് ആൻസിയായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റോബിച്ചൻ വിളിച്ചതനുസരിച്ച് ആൽബി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആൽബി റോബിച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം റാണി വന്നിട്ട് റാണിയും കൂട്ടിക്കൊണ്ട് ആൻസി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ആൻസി? അത് റാണിമോൾക്ക് ടോണിയെ കാണണമെന്ന് പറയും. ടോണിയെ കാണാനോ? ടോണിയെ ഇപ്പോൾ എങ്ങനെ കാണാനാ? എനിക്ക് ടോണിച്ചായനെ കാണണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൊണ്ടുതരാൻ പറയും. അപ്പോൾ ആൽബി പറയും, നിൻ്റെ കുഞ്ഞും ഇവിടെ ഇല്ല, നിൻ്റെ ടോണിച്ചായൻ ഇപ്പോൾ വരത്തില്ല. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൻ നിന്നെ ഈ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചിട്ട് പോയവനല്ലേ. പിന്നെ നീ എന്തിനാ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുന്നത്? ഇതിനെല്ലാം കാരണം നീയാ. കയ്യിലിരിക്കുന്ന ജീവിതം തട്ടിത്തെറിപ്പിച്ച് നിന്നെ എന്താ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആൽബി റാണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്തേക്കും ഈ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ നല്ലൊരു ബന്ധം കിട്ടിയിട്ടുണ്ടോ? കോഹിനൂർ രത്നം കൊണ്ടു നടക്കുന്നതാണ് കല്ലേ ആ ടോണി നിന്നെ കൊണ്ടു നടന്നത്. അപ്പോൾ അവൾക്ക് ആ ജീവിതവും വേണം, അപ്പോൾ അവൾക്ക് അവളുടെ സ്വന്തം കുഞ്ഞിനെ വേണം. മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോയി മറ്റൊരു നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഉടനെ അവളുടെ കുഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇവിടെ കയറി വന്നു. ഇപ്പം ഉത്തരത്തിലിരിക്കുന്ന കേട്ടോ, എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്തു. ഇപ്പോൾ ആ അവസ്ഥ ആയില്ലയോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നിൻ്റെ കുഞ്ഞൊന്നും ജീവിച്ചിരിപ്പില്ല, അത് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു എന്നൊക്കെ ആൽബി പറയും. അപ്പോഴത്തേക്ക് നീ പൊടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൽബിയോട് റാണി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആൻസി പറയും, എന്താ ആൽബിച്ചായ ഇത്? റാണിമോടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ആൻസി, നീ ഇവിടെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റോബിച്ചനും പറയും. റാണിമോൾ അങ്ങ് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കുളത്തൂപ്പുഴയിലെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നാണം കെട്ട കേസ് തന്നെ. ഇപ്പം റീത്താമ്മ ചേച്ചി ഉൾപ്പെടെ അഞ്ചലിലുള്ള സർവ്വമാന ആൾക്കാരും അറിഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് പുനലൂരെല്ലാവരും അറിഞ്ഞു. ഇനി അറിയാത്തവരെ കൂടി അറിയിക്കാനായി വേണ്ടിയായിരിക്കും ഈ ലാലിച്ചൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ റീത്താമ്മ ചേച്ചി എന്താ പറയുന്നത്? അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ അവിടുന്ന് പറഞ്ഞയക്കണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ അവർ പള്ളിക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് കുളത്തൂപ്പുഴയ്ക്ക് ചെല്ലുമെന്നാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരവിടെ സമരപ്പന്തൽ കെട്ടി അവരുടെ അവകാശത്തിന് വേണ്ടി ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നാണം കേട്ട കേസായി, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. എന്തോ പറയാൻ ഈ ഒരു സമയത്ത് ഈ ലാലിച്ചൻ ഇങ്ങനൊരു പ്രശ്നം കാണിക്കുമോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞു നോക്കൂ. ഉടനെ ആൽബി പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് വരട്ടാനോ? അല്ല, കൊല്ലാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ ആൽബിച്ചാൻ ഉദ്ദേശിച്ചത്? അല്ല, നമുക്ക് അവിടെ പോയി അവളെ ഒന്ന് ഭീഷണിപ്പെടുത്താം. അതെന്തായാലും അവൾ ലാലിച്ചനോട് പറയത്തില്ലേന്ന് ചോദിക്കും. ലാലിച്ചായനോട് പറയുന്നതല്ല, അതിനു മുമ്പ് നമുക്ക് ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്നതുകൊണ്ട് തന്നെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ടെന്നും ലാലിച്ചായൻ്റെ ഫാമിലിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവളെ ഭീഷണിപ്പെടുത്താമെന്ന് പറയും. ഇതെങ്ങാനും നടക്കുന്ന കാര്യമാണോ ആൽബിച്ചായ? എന്തായാലും നടന്നില്ലേ പറ്റത്തുള്ളൂ. അവൾ കാരണം നമ്മളിപ്പോൾ മൊത്തത്തിൽ നാണം കെട്ടിരിക്കുകയെന്ന് പറയും. റീത്താമ്മ ചേച്ചിയാണെങ്കിൽ അവിടുന്ന് ഭയങ്കര പ്രഷറിൽ എന്നെ വിളിച്ചത്. അവരുടെ സഹോദരങ്ങളെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ എൽസമ്മ ചേച്ചിയും അറിഞ്ഞ ലക്ഷണമാണെന്ന് പറയും. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ലാലിച്ചായനെ വിളിച്ച് സംസാരിക്കാം. അത് നമ്മളങ്ങനെ പറഞ്ഞാൽ ലാലിച്ചായൻ കേൾക്കുമോ? നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ലല്ലോ എന്ന് ചോദിക്കും. എന്തായാലും ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഈ അപ്പച്ചൻ എന്താ കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലാക്കി അപ്പച്ചൻ എന്തിനാ? ഇപ്പം അതല്ലേ റീത്താമ്മ ചേച്ചി അതാ പറഞ്ഞത്. അവളെ ഇവിടെ നോട്ടിക്കാനാന്ന് പറഞ്ഞ് പോയ അപ്പച്ചൻ ഇപ്പം അവളുടെ സൈഡാണ്. ഇപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മുഖച്ചല ചിന്നമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അപ്പച്ചനും കൂടി ചേർന്നുകൊണ്ട് അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു മാർഗ്ഗം ചെയ്ത് അവളെ തുരത്തിയേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാവും ആൽബിച്ചായെന്ന് പറയും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ലാലിച്ചായനെ വിളിച്ചൊന്ന് സംസാരിക്കാം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം കുളത്തൂപ്പുഴയിൽ നിന്നുള്ള നമ്മുടെ വല്യപ്പച്ചൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ. അങ്ങനെ അലീന പറയും, അപ്പച്ചൻ പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ പോട്ടെന്ന് ചോദിക്കും. അത് പിന്നെ എനിക്ക് അവിടെ ഇരുന്നാൽ സമാധാനമില്ല, ഞാനില്ലെങ്കിൽ നിങ്ങൾ അപ്പച്ചനും മോളും എപ്പോഴും പ്രശ്നങ്ങളാവത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ അലീന പെട്ടെന്ന് സന്തോഷമായിട്ട് വല്യപ്പച്ചനെ കൂട്ടി ചെല്ലുകയാണ്. ആ സമയത്ത് ലാലിച്ചൻ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. ആ സമയത്ത് ചിന്നമ്മൂനെ കാണാതിരിക്കാൻ അധിക ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും. എടാ അത് പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, നിങ്ങൾ തമ്മിൽ പിന്നെ ഓരോന്നും പറഞ്ഞ് പിണങ്ങിയൊക്കെ ചെയ്യും, അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതാന്ന് പറയും. എന്തായാലും അപ്പച്ചൻ വന്നത് നന്നായി. അവളിപ്പോൾ എൻ്റെ അടുത്ത് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമോ, അവൾ രാവിലെ ഒരു കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ഒരു കഴിക്കത്തില്ല, എന്നോട് മത്സരിക്കുമോ അവൾ എന്ന് ചോദിക്കും. എന്താ കാര്യം? അത് അവൾക്കല്ലേ അറിയത്തുള്ളൂ, പിടിവാശി നിർബന്ധവും. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു എനിക്കിങ്ങനെ തറതല പറയുന്നതും എന്നോട് നിഷേധത്തരം കാണിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എക്സ്പെഷ്യലി പെൺകുട്ടികൾ. എന്നിട്ട് പോലും അവളെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെന്ന് പറയും. എടാ അനുസരിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, അവളെ തിരിച്ച് അങ്ങ് നേരെ പാലയിലോട്ട് തന്നെ അയച്ചേരെ എന്ന് പറയും. ഇത്രയും നാളും അവൾ അവിടെയല്ലേ നിന്നിരുന്നത്, അവളെ നോക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതും അവളുടെ അമ്മ വീട്ടുകാരല്ലേ, അവർ നോക്കിക്കോട്ടെ, കടപ്പാട്ട് കൊല്ലപ്പള്ളി വീട്ടുകാർ തന്നെ അവളെ ഇനി നോക്കിക്കോളൂ എന്ന് പറയും. അതെന്തിനാ, അവർ നോക്കിയതൊക്കെ ഞാൻ കണ്ടതാണ്. ജനിച്ച എൻ്റെ കുഞ്ഞിനെ 22 വർഷക്കാലം അവർ അനാഥ മന്ദിരത്തിൽ കൊണ്ട് കളഞ്ഞു. അവരാണോ ഇനിയുള്ള കാലം അവളെ നോക്കുന്നത്? ഇപ്പോഴും വൈജയന്തിക്ക് അറിയത്തില്ല അവൾ പ്രസവിച്ച മകളാണ് അലീന എന്നുള്ളത്. ബാലേന്ദ്രൻ മേനോൻ അവളെ എൻ്റെ ഏൽപ്പിച്ചത്, അല്ലാതെ എനിക്ക് അവളെ തിരിച്ച് കൊല്ലപ്പള്ളിയിലെ വീട്ടിലോട്ട് തിരിച്ചയക്കേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് എൻ്റെ മകളെ സംരക്ഷിക്കാനറിയാം. പിന്നെ അവളുടെ ചില നിർബന്ധ ബുദ്ധികളും പിടിവാശികളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പം നിനക്ക് അവളെ ഇവിടുന്ന് വിടാൻ ഉദ്ദേശമില്ല? ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ലാലിച്ചൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിക്കണം, നീ ഇങ്ങനെ പട്ടിണിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് വിഷമമാവത്തില്ലയോ എന്ന് പറയും. വല്യപ്പച്ചൻ ഞാൻ അങ്ങനെ പട്ടിണിയൊന്നും ഇരിക്കുന്നില്ല, കുറച്ച് നേരം പട്ടിണി ഇരിക്കും, പിന്നെ ഒന്നിക്കൊന്നരാളെ ഉപവാസമൊക്കെ ഉള്ളതെന്ന് പറയും. എന്തായാലും ശരി, അവനെ അധികം ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യരുത്, അവനതൊക്കെ മനപ്രയാസം ഉണ്ടാക്കുമെന്ന് പറയും. കേണലിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് വല്യപ്പച്ചായ. കേണലിൻ്റെ ഭാര്യയുടെ ചേച്ചിയും മകളും വന്നു, പക്ഷേ എന്നിട്ടും കേണലിൻ്റെ ഭാര്യ വന്നില്ല. അപ്പോൾ എന്തോ പ്രശ്നമില്ലയോ എന്ന് ചോദിക്കും. അതൊക്കെ അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, ഇതൊക്കെ അന്വേഷിക്കണം വല്യപ്പച്ച, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞെങ്കിലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. മോളെ നീ വെറുതെ അവൻ്റെ ഫാമിലി കാര്യത്തിലൊന്നും കയറി ഇടപെടണം, അതൊന്നും അവന് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അലീന പറയും, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തായാലും അതെല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അലീന മുമ്പ് അനാഥ മന്ദിരത്തിൽ താമസിച്ച കാര്യങ്ങളെക്കുറിച്ചും ആ സമയത്ത് അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വല്യപ്പച്ചന് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കൊട്ടാരമുറ്റത്ത് നിന്ന് റോബിച്ചനും ആൽബിയും കൂടി ലാലിച്ചായനെ ഫോൺ ചെയ്യുന്നുണ്ട്. ലാലിച്ചാൻ്റെ സംസാരിക്കുന്നുണ്ട്, അലീനയെ പറ്റിയുള്ള സംസാരമാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ എൻ്റെ മകളാണ്, എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ കുഞ്ഞാണ്, അവളൊരു അനാഥയായി ഒരു അനാഥ മന്ദിരത്തിൽ കഴിയുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് അവൾ എൻ്റെ മകളായിട്ട് ഈ കുളത്തുപുഴ താമസിക്കുന്നത്, അതിലെനിക്കൊരു നാണക്കേടും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആൽബിച്ചാൻ പറയും, ആ നാണക്കേട് നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ ലാലിച്ചായ, ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറയും. അതൊന്നും എൻ്റെ വിഷയമല്ല, എൻ്റെ മകളെ എനിക്ക് ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവില്ല എന്ന് തീർച്ചപ്പെടുത്തി ലാലിച്ചൻ്റെ തീരുമാനം ആൽബിയും റോബിച്ചനെ അറിയിക്കുകയാണ്. അത് അവർക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് എന്ത് സംഭവിച്ചാലും ലാലിച്ചായൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു പണയുടെ പോലും ലാലിച്ച മാറത്തില്ലെന്ന് അവർക്ക് തീരുമാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത തീരുമാനം അലീനെ അവിടുന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ അഞ്ചലിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് കൊട്ടാരമുറ്റത്തുള്ളവരുടെയും തീരുമാനം. അപ്പോൾ അഞ്ചലിൽ നിന്നുള്ള ഒരു ടീമും നമ്മുടെ പുനലൂരിൽ നിന്നുള്ള റോബിച്ചനും ആൽബിച്ചനും അവരുടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നേരെ കുളത്തൂപ്പുള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അനുരഞ്ജനത്തിൽ കൂടി ആ തീരുമാനം അലീനെ ഇറക്കി വിടാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സമരപ്പന്തൽ കെട്ടി സ്റ്റാൻലിയുടെ മക്കളെ അവിടെ ഒരു സമരപ്പന്തലിരുത്തി അവകാശങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിപ്പിക്കാനൊക്കെയാണ് റീത്താമ്മച്ചിയുടെ ഒരു തീരുമാനം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.